യുഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള വി.ഡി. സതീശൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയും ജില്ലയിലെ മലയോര ജനതയോടുള്ള കരുതലുമാണ് ദേശീയപാതയിൽ എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് തടസ്സപ്പെട്ട് കിടന്നിരുന്ന നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിലെ നിർമ്മാണ തടസ്സം ഒഴിവാക്കാൻ സാഹചര്യം ഒരുക്കിയെന്ന് ഡീൻ കുര്യാക്കോസ് എം.പി. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരത്തിൽ നിലനിന്നിരുന്ന നിർമ്മാണത്തിനുള്ള നിയമതടസ്സങ്ങൾ ഒഴിവാക്കിയ വി.ഡി. സതീശൻ സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ നടന്ന ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വി.ഡി. സതീശൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയും ജില്ലയിലെ മലയോര ജനതയോടുള്ള കരുതലുമാണ് ദേശീയപാതയിൽ എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് തടസ്സപ്പെട്ട് കിടന്നിരുന്ന നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിലെ നിർമ്മാണ തടസ്സം ഒഴിവാക്കാൻ സാഹചര്യം ഒരുക്കിയതെന്ന് ഡീൻ കുര്യാക്കോസ് എം.പി. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരത്തിൽ നിലനിന്നിരുന്ന നിർമ്മാണത്തിനുള്ള നിയമ തടസ്സങ്ങൾ ഒഴിവാക്കിയ സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ നടന്ന ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.പി. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു ഇടപെടലായിരുന്നു പ്രതീക്ഷിച്ചതെങ്കിൽ അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു ഇടപെടലല്ല നടത്തിയത്, മറിച്ച് ആ ഹർജിക്കാരന് അനുകൂലമായി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഒരിക്കലും ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ഭൂഷണമല്ലാത്ത വിധത്തിൽ, ഈ നാടിന്റെ വികസനം പിന്നോട്ടടിക്കുന്ന വിധത്തിൽ, ഇതിലെ കടന്നു പോകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എന്നതിലും അപ്പുറത്ത് നമ്മുടെ അടിമാലി, മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ അവർക്കൊരു ആശുപത്രിയുടെ ആവശ്യം വന്നാൽ, അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യം വന്നാൽ ഈ ദേശീയപാത ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകേണ്ട ഒരു സ്ഥിതിയുണ്ട്. ദേശീയപാത വിഷയത്തിൽ മുൻ സർക്കാർ കൈക്കൊണ്ട അനാവശ്യ ഇടപെടലുകൾക്കും നിലപാടുകൾക്കുമെതിരെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ ചിന്തകളുമുള്ള ഒട്ടേറെ സംഘടനകൾ ഒറ്റക്കെട്ടായി ഒരു കുടക്കീഴിൽ അണിനിരുന്നതിനുള്ള ശക്തമായ പ്രതിഷേധമാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയാൽ ഫലം കണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ കർഷക കോൺക്ലേവിൽ ലഭിച്ച കർഷകർ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ഒന്നൊന്നായി പരിഹാരം കാണുന്നതിന്റെ തുടക്കമാണ് ദേശീയപാതയിലെ നിർമ്മാണ തടസ്സം ഒഴിവാക്കിയ നടപടി. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കും പട്ടയ പ്രശ്നങ്ങൾക്കും നിർമ്മാണ നിരോധനം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും സമയബന്ധിതമായ പരിഹാരം യു.ഡി.എഫ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും എം.പി. പറഞ്ഞു. ദേവികുളം എം.എൽ.എ. എഫ്. രാജ, പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പി. കുര്യാക്കോസ്, ദേശീയപാത സംരക്ഷണ സമിതി ചെയർമാൻ പി.എം. ബേബി, ജനറൽ കൺവീനർ റസാഖ് ചൂരവേലി എന്നിവർ പ്രകടനത്തിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.